അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു പഴയകാല വിഭവമാണ്. അതായത് ഒരു 70കളിലും 80കളിലും ഒക്കെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതായിരിക്കും. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി പലഹാരമായിട്ടൊക്കെ ഈ വിഭവം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് കൃഷിയൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് പുഴുക്ക്, മിക്സഡ് പുഴുക്ക്. അപ്പോൾ അതിനായി ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്, കാച്ചിലെടുത്തിട്ടുണ്ട്. ചേനയെല്ലാം ചെത്തി കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈ ഒന്നും ചൊറിയത്തില്ല. അതിനാണ് ചേനയൊക്കെ ചെത്തി കഞ്ഞിവെള്ളത്തിലിട്ട് കൊടുക്കുന്നത്. ചിലർക്കാണെങ്കിൽ കൈയൊക്കെ ചൊറി. അപ്പോൾ ഈ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളത്തിലോട്ട് ചേനയൊക്കെ ചെത്തി ഇട്ട് കഴിഞ്ഞാൽ ചൊറിയത്തില്ല. അതിനാണ് ഞാൻ കഞ്ഞിവെള്ളം കാണിച്ചത്. ചേനയൊക്കെ ചെത്തി കട്ട് ചെയ്ത് ഒരുവിധം ഒരളവിൽ കട്ട് ചെയ്ത് നമുക്ക് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കാം. ചേനയുടെ കേടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എടുത്തു കളയാം. പണ്ടൊക്കെ കൃഷിക്ക് ആവശ്യമായ ജോലിക്കാരൊക്കെ പറമ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായി ഉണ്ടാക്കാറുള്ള ഒരു പുഴുക്കാണ് ഈ മിക്സഡ് പുഴുക്ക്. കപ്പയും കാച്ചിലും ചേമ്പും ചേനയും പിന്നെ ഇതിനോടൊപ്പം കിഴങ്ങും ഉണ്ടാവും. കിഴങ്ങെന്ന് പറഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു ഇളം മധുരത്തോടു കൂടിയ ഒരു കാർഷിക വിഭവമാണ് കിഴങ്ങെന്ന് പറയുന്നത്. നനകിഴങ്ങെന്ന് പറയും, മുക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ എനിക്ക് ആ കിഴങ്ങ് ഇതിനകത്ത് കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം ഞാൻ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ചെത്തിയെടുക്കുന്നത് കാച്ചിലാണ്. കാച്ചിലെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തുകൂടി ഇല്ലായിരിക്കും കാച്ചിലൊക്കെ എന്താണെന്നുള്ളത് പോലും. ഞങ്ങളൊക്കെ ഇത് യഥേഷ്ടം കഴിച്ചവരാണ്. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുമുള്ള ഒരു വിഭവമാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ പുഴുക്ക്. ഞങ്ങളുടെ നാട്ടിൽ പുഴുക്കെന്നാണ് പറയുന്നത്. വേറെ പല ഭാഗങ്ങളിലും പല രീതിയിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക, കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ 2 തരം ചമ്മന്തിയോട് കൂടിയ പുഴുക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായി ചേനയും കാച്ചിലും ചേമ്പും ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്ത് കട്ട് ചെയ്ത് നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കപ്പ ചേർക്കുന്നത്. കപ്പയ്ക്ക് വേവ് കുറവായതുകൊണ്ടാണ് ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം കപ്പ ചേർക്കുന്നത്. മണ്ണിനകത്ത് വിളയുന്നതും ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നല്ല മണ്ണുണ്ടാവും ഇതിൻ്റെ പുറത്തൊക്കെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തെങ്കിൽ മാത്രമേ ആ മണ്ണൊക്കെ പോയി കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ചെത്തിയെടുക്കാൻ ചേനയായാലും കാച്ചിലായാലും ചേമ്പായാലും ചെത്തിയെടുക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇതിനകത്തൊരു വഴുവഴുപ്പുണ്ട്. അത് നമ്മുടെ കയ്യിലൊക്കെ ആകുമ്പോൾ ചെത്തിയെടുക്കാൻ ഒരു തെന്നലൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കി കൈ മുറിയാതൊക്കെ വേണം ഇത് നമ്മൾ ചെത്തിയെടുക്കാൻ. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കപ്പ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. വേകുന്നതിന് ശേഷം നമുക്കിത് ഒരു അടപ്പ് വെച്ച് ഊറ്റി മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് വേകുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇത് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ചേനയും കാച്ചിലും ഒക്കെ. കപ്പ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വിഭവമൊക്കെ നമുക്ക് കഴിക്കാൻ നമ്മൾ മാത്രമാണെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവത്തില്ല. നമുക്ക് കൂടെ നമ്മുടെ കൂടെ കഴിക്കാൻ വേറെയും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കഴിക്കാൻ നല്ല ഒരു രസം.
അപ്പം ഞാൻ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന ഒരു ദിവസമാണ് ഞാനിത് നമ്മുടെ ഇവിടെ മാളിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനങ്ങളെല്ലാം. മാളിൽ പോയപ്പം എല്ലാ സാധനങ്ങളും ഒരുപോലെ കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു വിഭവം എനിക്ക് കാണിക്കാൻ പറ്റിയത്. നാട്ടിൽ പറമ്പൊക്കെ ഉള്ളവർക്ക്, കൃഷിയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പം പിന്നെ ഉള്ളവരൊക്കെ ഇതൊക്കെ കഴിക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഉള്ള ആൾക്കാരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പുഴുക്കുകൾ, ചമ്മന്തികൾ, നെല്ല് കുത്തരിയുടെ കഞ്ഞി അങ്ങനെയൊക്കെയായിരുന്നു പണ്ടുള്ളവർ കഴിച്ചിരുന്നത്. കാരണം നെല്ലൊക്കെ കുത്തിയാണ് അന്ന് തവിടൊന്നും കളയാത്ത പൊടിയരിയും നെടിയരിയും ഒക്കെ ആയിരുന്നു അന്ന് എടുത്തിട്ടുള്ളത്. അന്നുള്ളവർക്കൊന്നും വലിയ രോഗങ്ങളൊന്നും പിടിപെട്ടില്ല. ഇപ്പോൾ നമുക്കെല്ലാം നഷ്ടമായി. അത് കാരണം നമുക്ക് രോഗങ്ങളെ ഇപ്പോൾ ഉള്ളൂ. അങ്ങനെ ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതൊരു ചരുവത്തിലാക്കി അതിലേക്ക് വെള്ളം നിറച്ച് അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കപ്പയെല്ലാം വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ കപ്പയെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേന് നമ്മൾ ആദ്യം അടുപ്പിൽ വെച്ച സാധനങ്ങളെല്ലാം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായി തിളച്ച് ഒരുവിധം അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പം വേണം നമ്മൾ ഈ കപ്പ ഇട്ട് കൊടുക്കാൻ. കാരണം കപ്പയ്ക്ക് വലിയ വേവില്ലാത്തത് കൊണ്ട് കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും. കപ്പയ്ക്ക് 2-3 തിളച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് കപ്പ വെന്ത് കിട്ടും. അങ്ങനെ കപ്പയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഒരു അടപ്പ് പാത്രം വെച്ച് ഊറ്റി മാറ്റാവുന്നതാണ്. കപ്പ ഇട്ട് കൊടുക്കുമ്പം വെള്ളം തിളച്ച് കൊണ്ടിരിക്കുന്നത് കൊണ്ട് കയ്യിൽ വീഴാതെ വേണം കപ്പയെല്ലാം ഇട്ട് കൊടുക്കാൻ. കപ്പ ഇങ്ങനെ കയ്യിൽ പറക്കിയിടാൻ പറ്റാത്തവർക്ക് ഒരു തവിയിലോ മറ്റോ നമുക്ക് ഇത് എടുത്ത് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ കപ്പയുടെ വേവും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് കപ്പയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇത് അടുപ്പിൽ നിന്ന് ഊറ്റി മാറ്റി നമുക്ക് ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ വലിയ പാത്രങ്ങളിലോ തട്ടിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ തയ്യാറാക്കുന്നത് ചമ്മന്തിയാണ്. ചമ്മന്തിക്കായിട്ട് കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ എടുക്കുന്നത് പച്ചമുളകാണ്. അപ്പം ഞാൻ 2 തരം ചമ്മന്തിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളി ഞാനൊരു ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം പുളി ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വറ്റൽമുളകെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്താണ് വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കുന്നത്. ഇവിടെ മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും വെളിച്ചെണ്ണയൊക്കെ കട്ടിയായി തുടങ്ങി. അപ്പോൾ വറ്റൽമുളകൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും കൂടെ തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി ഒരുവിധം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പണ്ടൊക്കെ കല്ലിലാണ് നമ്മളിത് ചതച്ചെടുക്കുന്നത്. അതിനായിരുന്നു ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ പിന്നെ നമുക്ക് കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ആവശ്യത്തിന് പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പുളിയും ഉപ്പും ചേർത്ത് വേണമെങ്കിൽ ഇത് നമുക്ക് ചതച്ചെടുക്കാം. അങ്ങനെ ആദ്യത്തെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത് പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ചെടുത്ത ശേഷം അതിലും പുളിയും ഉപ്പും ചേർത്ത് ചതച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ അതിലും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഈ 2 ചമ്മന്തിയിലും വെളിച്ചെണ്ണയാണ് മുന്തി നിൽക്കേണ്ടത്. അങ്ങനെ വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് സ്വാദിഷ്ടമായ നമ്മുടെ 2 തരം ചമ്മന്തിയും നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റോ 4 മണി പലഹാരമായിട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പുഴുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ചമ്മന്തിയും നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് തൊട്ട് കൂട്ടാനായിട്ട് കഴിക്കാനും ഈ ചമ്മന്തികൾ നമുക്കുണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. ചോറിന് സൈഡ് ഡിഷായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.